നമസ്കാരം. ഞാനിപ്പോൾ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടോ? ഈ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് മനസ്സിൽ തോന്നിയത്. വല്ലാത്തൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ തോന്നിപ്പോകുന്നു. സിലു ടോക്ക് സൽഹ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സിലുത്ത അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പ്രായമായിട്ടുള്ളൊരു അച്ഛനും അമ്മയും, ആ അച്ഛനും അമ്മയുടെയും വീടെന്ന് പറയുന്നത് ഒട്ടും വാസയോഗ്യമല്ലാത്തൊരു വീടായിരുന്നു. വൃത്തിയില്ലാത്ത മേൽക്കൂരയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ മഴയും അവരുടെ വീട്ടിലേക്ക് വീഴും. കാരണം മേൽക്കൂരയെല്ലാം ഇളകി മാറി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല, മാത്രമല്ല കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന ആ ഒരു വീടിനെ വാസയോഗ്യമാക്കി മാറ്റി അവർക്ക് തന്നെ പാലുകാച്ചൽ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടും സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. സിലു എന്ന് പറയുന്ന ആ സ്ത്രീ, അവരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. അവരുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുള്ള ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലേ? അപ്പൊ സിലുത്തയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബറാണ്. ഒരു റിയൽ ഇൻഫ്ലുവൻസറിന്റെ പട്ടികയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അവര്. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അവരൊരു ഇൻസ്പിറേഷനാണ്. 5 മക്കളെയും കൊണ്ട് അവർ ചെയ്യാത്ത ഒരു കാര്യമില്ല, ചെയ്യാത്ത ഒരു ജോലിയില്ല. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. വീട്ടുജോലി എല്ലാം വൃത്തിയായിട്ട് ചെയ്യും. 5 മക്കളെ വൃത്തിയായിട്ട് നോക്കുന്നു. അതോടൊപ്പം തന്നെ പഠനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് നടത്തുന്നു. എല്ലാത്തിനും ഒപ്പം തന്നെ സാമൂഹിക സേവനവും നടത്തുന്ന ഒരു സ്ത്രീ. അവർ ശരിക്കും ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ അവരൊരു റിയൽ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാണാം. കാരണം അവരെന്താണ് അവിടെ ചെയ്തതെന്നും ഒക്കെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. വീടിൻ്റെ പെയിൻ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മനുഷ്യവാസ യോഗ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീട് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ. ഒരു വെള്ള കൊട്ടാരം പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഒരു റിസോർട്ടിൻ്റെ ലുക്കായിരുന്നു. പക്ഷേ അടുത്ത് നമുക്കൊരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുറച്ച് പാത്രങ്ങൾ വേണം. കാരണം അച്ഛമ്മയുടെ അവിടെ ഉള്ളതെല്ലാം പൊട്ടിയതും പഴകിയതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് സെക്ഷനായിരുന്നു അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്നാളൊരു കമൻറ്റ് വന്നു, ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പൈസ കിട്ടാനും വേണ്ടിയിട്ട്, ഇങ്ങനെ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് സങ്കടം ഉണ്ടോ. ഇതിൽ വല്ല 10 or 100 കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും തികയൂല. ഇതൊക്കെ ഒരു മാസത്തിൻ്റെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളീ കാണുന്നത് എല്ലാം കേട്ടോ. നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്തിനാ ഇങ്ങനെ നിന്ദിക്കുന്നത്. ഫൗസിയ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് അങ്ങനെ ഒരു വിഷമിപ്പിക്കുന്നത്. അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ തട്ടി വരുന്നതാണ്. അല്ലാതെ ആരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്ന വാക്കുകളല്ല. അവരുടെ മനസ്സിൽ തട്ടിയ വാക്കുകളാണ്. അത് മാത്രമല്ല, ആ അമ്മയുടെ അച്ഛൻ്റെ മുഖത്തെ ചിരി കണ്ടോ? ആ അമ്മയുടെ മുഖത്തെ ചിരി കണ്ടോ? കുളിച്ച് നല്ല സുന്ദര കുട്ടിയായിട്ട് നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പാലുകാച്ചിലൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് താമസം മാറാൻ പറ്റുമെന്ന്, താമസം മാറാനല്ല വീട്ടിലേക്ക് കയറി താമസിക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും ആ അമ്മ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഇനി ഒരു പാലുകാച്ചിൽ നടത്താൻ പറ്റും എന്ന് ആ അമ്മ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം ഇനിയുള്ള കാലം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കിയാൽ മതി എന്ന് വിചാരിച്ച് ആ ഒരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കിടന്നിരുന്ന ആ അമ്മയ്ക്ക് വൃത്തിയുള്ള, വളരെ മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ആ അമ്മയെ മാറ്റി പാർപ്പിച്ചല്ലോ. നമുക്ക് തന്നെ അവരോടൊരു നന്ദി തോന്നിപ്പോകുന്നു, നമുക്ക് തന്നെ അവരോടൊരു ബഹുമാനം തോന്നിപ്പോകുന്നു. ഇവിടെ നെഗറ്റീവ് കാണാൻ ഒരുപാട് ആൾക്കാർ വരും, ഉറപ്പായിട്ടും വരും. കാരണം മതം നോക്കി ആൾക്കാരെ വിലയിരുത്തുന്ന കുറേ ആൾക്കാർ ഇവിടെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരും. ഇതിന് മുമ്പ് സിലുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ അമ്മയ്ക്ക് കുളിപ്പിച്ച് നല്ല കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്ന, വൃത്തിയാക്കി കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരാൾ കുറേ കമൻറ്റുകൾ ഇട്ടിരുന്നു, നീ ബാക്കി ചെയ്തതൊക്കെ തന്നെ സമ്മതിക്കാം, പക്ഷെ എന്തിനാണ് കുറി ഇട്ട് കൊടുത്തത്? ഞാൻ പറഞ്ഞില്ലേ, മതം നോക്കി നെഗറ്റീവുകൾ പറയാൻ ഒരുപാട് ആൾക്കാർ വരും. ഇപ്പം ഇതുവരെ ഇല്ല, ഞാൻ കുറേ കമൻസ് വായിച്ചു നോക്കി, എല്ലാ കമൻസിലും ഇവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമൻസുകളാണ്. എന്നാലും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറച്ച് വേഷങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്ത് വൃത്തികേടും വിളിച്ച് പറയുന്ന കുറച്ച് വൃത്തികെട്ട മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ ആ നെഗറ്റീവുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ ഒരു സ്ഥാനവും. നിങ്ങൾക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരുന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിലോ സോഷ്യൽ മീഡിയയിലെ മുമ്പിലോ വന്നിരുന്ന് അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ പടച്ചു വിടാൻ വേണ്ടി മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം നമ്മൾ വിമർശനങ്ങൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം.
ഇത് കാണാത്ത ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കണം. എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ആ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഈ നല്ല പ്രവൃത്തി എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ബഹുമാനം തോന്നുന്നു. ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അധ്വാനം കൊണ്ട് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവിൻ്റെ കാര്യവും പറയാതിരിക്കാൻ പറ്റത്തില്ല. അയാളുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. ആരെ ബോധിപ്പിക്കാനാ? ആരെയും ബോധിപ്പിക്കാനല്ല. നമുക്ക് ചിലർക്ക് അങ്ങനെയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ. ആ നന്മ മനസ്സിലുള്ള ആൾക്കാർ നന്മ പറയുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഇതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും റീച്ച് കിട്ടിയാലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതാണ് അവർ പുറത്ത് കാണിക്കുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് ഇട്ട് കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. സുന്ദര കുട്ടപ്പനും കുട്ടപ്പയും ആക്കി രണ്ടുപേരെയും മാറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റൂല കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ബെഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരുടെ റൂമിൽ ഇട്ട് കൊടുത്തു. ഫൈനലി അൽഹംദുലില്ലാതെ നമ്മുടെ വീട് നമ്മുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമോ നേടിയെടുത്തു എന്ന് എനിക്ക് തോന്നലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ ഇതൊക്കെ കാണാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇല്ലാലോ എന്നുള്ളൊരു വിഷമം. സമൂഹത്തില് അനാവശ്യമായിട്ടുള്ള പേക്കൂത്തുകളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ച് ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് ഞെളിഞ്ഞു നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കാണിച്ചേക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസർ. ഇവരെയൊക്കെയാണ് നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. കാരണം ഇവര് ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻസിങ്. ഇവരാണ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഇൻഫ്ലുവൻസിങ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ കുറെ ആൾക്കാർ പറയുമായിരിക്കും, നിങ്ങൾ ചെയ്തോ, എന്തിനാണ് വീഡിയോ ഇടുന്നത്, നിങ്ങൾ ചെയ്തോ, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, കാണിക്കാതെ ചെയ്തൂടെ. കാണിക്കുന്നത് കൊണ്ട് അവർക്കൊരു വരുമാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അവർക്കൊരു സന്തോഷമല്ലേ. മാത്രമല്ല ഇത് ഒരുപാട് ആൾക്കാർ കാണണം. ഇപ്പൊ തന്നെ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് എല്ലാം അങ്ങനെയാണ്. നീ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്കൊക്കെ തന്നെ ഇൻസ്പിറേഷൻ ഉണ്ടായി. ഇത് കണ്ടിട്ട് വേറൊരാൾ ചെയ്യണം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒരു വ്യക്തിയുടെ നല്ല ഒരു മനസ്സ് നിറഞ്ഞ ചിരി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റിയൽ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇയാളെ സഹായിക്കണമെന്നുള്ളത് കൊണ്ട് ലക്കി ഡ്രോ നടത്തുന്നു, ഇതൊന്നും അല്ല ഇൻഫ്ലുവൻസിങ്. എന്നിട്ട് ലക്കി ഡ്രോ നടത്തിയിട്ട് അതിനകത്തു നിന്ന് കുറെ പൈസയും പിടുങ്ങി ആൾക്കാരെയും പറ്റിച്ച് നമ്മൾ കണ്ടാണല്ലോ കുറെ കപട ഇൻഫ്ലുവൻസേഴ്സിനെ. അത് മാത്രമല്ല കുറെ വൈറലാകാൻ വേണ്ടി കുറെ പേക്കൂത്തുകളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവർക്കൊക്കെ വേണം പബ്ലിസിറ്റി കൊടുക്കാൻ, ഇവരെയൊക്കെ വേണം വൈറലാക്കാൻ. പക്ഷേ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല രീതിയിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ ഒന്നും തന്നെ ആരും എടുക്കത്തില്ല. അവരെ ആരും വൈറലാക്കത്തുമില്ല, അവർക്കാരും പബ്ലിസിറ്റി കൊടുക്കത്തുമില്ല. അവർക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ സിലു എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമില്ല. അവർക്ക് കിട്ടേണ്ട പബ്ലിസിറ്റി ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നി. അവർക്ക് കുറച്ചും കൂടി ഒരു റെക്കഗ്നിഷൻ കിട്ടണം. ഈ ഒരു കാര്യം ചെയ്തതിന് അവർക്ക് കുറച്ചും കൂടി ഒരു റെക്കഗ്നിഷൻ കിട്ടണം, അവർക്ക് കുറച്ചും കൂടി ഒരു വ്യൂസ് കിട്ടണം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. ഇവിടെ നമുക്ക് മതം നോക്കേണ്ട കാര്യമില്ല. അവർ മതം നോക്കിയോ? മതം നോക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മതത്തിൽ തന്നെയുള്ള ഒരു അമ്മയെയോ അച്ഛനെയോ സഹായിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അവർ മതം നോക്കിയില്ല. അവർ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന ആ അമ്മയ്ക്കും അച്ഛനും കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സാധ്യമായത്. ഇല്ലെന്നുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മതി. ഇങ്ങനെ വീട് ശരിയാക്കി കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരു നേരത്തെ ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും, ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യം കൊണ്ട് വലിയ ഡിഫറൻസ് ഉണ്ടാകും. ആ ചേച്ചി, ആ ഇത്ത ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയി. നാളെ ചിലപ്പോൾ ആ കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ട ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേര് വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചേച്ചി ചെയ്തത് കൊണ്ട് എന്ത് വലിയ കാര്യങ്ങളാണ് ഉണ്ടായത്. അതല്ലെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് 5 മക്കളാണ്, ആ ഇത്തയ്ക്ക് 5 മക്കളാണ്. ഈ 5 മക്കളും ഇത് കണ്ടാണ് വളരുന്നത്. അമ്മ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കണ്ടു വളരുന്ന ആ 5 മക്കളും ഇതുപോലെ ആയിരിക്കും. അല്ലാതെ കുറെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പേക്കൂത്ത് കാണിക്കണം എന്നല്ല ആ അമ്മ മക്കളെ പഠിപ്പിക്കുന്നത്. നമുക്ക് എന്തുണ്ടോ അതിനകത്തുനിന്ന് ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ് ആ ഒരു സ്ത്രീ ആ 5 മക്കളെ. ആ 5 മക്കളും ആ 5 മക്കൾക്കും ഇതുകൊണ്ട് കിട്ടുകയാണ്. പുണ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
ആ കർമ്മ നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് ഫലം തരും. നമ്മൾ നെഗറ്റീവ് ചെയ്താലും നമുക്ക് പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫലം കിട്ടും. നെഗറ്റീവ് ചെയ്യുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും കിട്ടുന്നത്, പോസിറ്റീവ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലമായിരിക്കും കിട്ടുന്നത്. ഈ ഒരു സൈക്ലിക് മാനറിലാണ് കർമ്മ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തതിന് 100 മടങ്ങായിട്ട് അവർക്ക് തിരിച്ചു കിട്ടട്ടെ. സിലു എന്ന് പറയുന്ന ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യു ആർ ഗ്രേറ്റ്. നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്, ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണ്. ഇനിയും തുടർന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും, നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാകും, ഒരുപാട് പേര് തളർത്താൻ ശ്രമിക്കും. അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരാം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തുണ്ടായ ചിരി, ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ച് നേരത്തിനെങ്കിലും ആ അമ്മയ്ക്കും അച്ഛനും ആ ഒരു ചിരി കൊടുത്തെങ്കിൽ, കുറച്ച് നേരത്തിനല്ല നിങ്ങൾ കൊടുത്തത്, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആ അമ്മയ്ക്കും അച്ഛനും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള മെമ്മറീസും ഓർമ്മകളും ഒക്കെ നിങ്ങൾ കൊടുത്തു. പക്ഷേ നമ്മൾ ഒരു മനുഷ്യനെ ഒരു നിമിഷമെങ്കിലും ആ മനുഷ്യനെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മതി. അതിൽ കൂടുതലായിട്ട് വേറെ ഒന്നും വേണ്ട. ആ കാര്യം സിലു എന്ന് പറയുന്ന ചേച്ചി ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തത് ശരിക്കും ഇൻസ്പിറേഷനാണ്, ശരിക്കും ഇൻഫ്ലുവൻസിങ് ആണ്. യു ആർ ദ റിയൽ ഇൻഫ്ലുവൻസർ.